ഹലോ അസ്സലാമു അലൈക്കും. എവിടെ എല്ലാവരും പോരീട്ടാ. നമ്മളിപ്പോൾ ഇതാ രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. നമുക്കിന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്, വിരുന്നേര്. അപ്പോൾ നമ്മൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും റോസ്റ്റും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചുകാണ്ട് അങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതങ്ങനെ ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചമുളക് കീറിയിട്ടിട്ട് ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടും ചെയ്തേക്കണം കേട്ടോ. വെറും പച്ചമുളക് മാത്രം മതി. ലേശം കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ മുട്ട വേവിച്ചുകൊണ്ട് മുട്ട റോസ്റ്റാക്കിയതാണ്. പക്ഷേ അത് കുറുമമാതിരി കുറുകി വന്നു അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇതും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് പൊറോട്ടയും കൊണ്ടുവന്ന് അതിക്കുള്ള ഗ്രേവി ഉണ്ട്, മീൻകറി ഉണ്ട്. പിന്നെ ഇതാ നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നൂലപ്പം അല്ല കേട്ടോ, റോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കറികളൊക്കെ കൂടെ ആയിട്ട് അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേനും ഒരു എത്തിയും ചെയ്തു. ഇതാ വന്നു കയറി. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ചായ കുടിക്കണം കേട്ടോ. സമയം കുറേ ഇന്ന്. പിന്നെ അങ്ങനെ ചായ കുടിച്ചിട്ട് അടുത്ത് നമ്മൾ ചോറിനുള്ള പരിപാടിയൊക്കെ കൂടെ ആക്കിയെന്ന്. ചോറൊന്നും വേണ്ടാറിന്. അപ്പോൾ കുറച്ച് ഫാഷൻ ഫ്രൂട്ട് അന്ന് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ പറിച്ചപ്പോൾ ഓൽക്കിത് വേണം പറഞ്ഞിട്ട് എല്ലാവർക്കും 4 നീച്ച കൊടുക്കാറിട്ട് മൊത്തത്തിലാണ് മുട്ട അടിച്ച് അങ്ങോട്ട് എടുത്തു അങ്ങോട്ട്. ഇതൊക്കെ വള്ളി ഒഴിവാക്കണം. അപ്പം അതിനും വേണ്ടിയിട്ട് ഫുള്ളും കാലിയാക്കിയതാണ് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ കുറച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കി. ചിക്കന് ചില്ലിയും തൈരും അച്ചാറും സമ്മന്തിയും ഒക്കെ കൂടെ വെച്ചുകാണ്ട് ലൈറ്റായിട്ട് മതിയെന്നും പറഞ്ഞിട്ട് വേഗം പോകണമെന്നും പറഞ്ഞിട്ട് റെഡിയാക്കി. അതൊക്കെ കഴിഞ്ഞതാ നമ്മളങ്ങനെ ഉള്ളൂർ കൂടെ അങ്ങനെ വന്ന് മുതുമല എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മൈസൂർ റോഡാണ്. അപ്പോൾ അവർക്ക് മാനും മൃഗങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. കുഞ്ഞി കുട്ടി കളിച്ചില്ല. ഇതവിടൊക്കെ എല്ലാരും കാത്തിട്ടുണ്ട്. മുന്നിക്ക് പോ, മുന്നിക്ക് പോ. മയിലെ വിടർത്തെ ഭക്ഷണത്തിനാണ് ഭക്ഷണത്തിന് നല്ലൊരു ഫോട്ടോ. എടാ ചിപ്സ് കൊടുത്തോക്കെ. അവിടെ ഇല്ലല്ലോ, ചിപ്സ് ഇല്ലല്ലോ, ഒന്നുമില്ല. മാനൊന്നും അധികം പുറത്തേക്കില്ല കേട്ടാ. ഒക്കെ ഉള്ളിൽ പച്ചപ്പും മഴ പെയ്ത കാരണം എല്ലാം തേത്ത് നിൽക്കുന്ന കാരണം അവർക്ക് ഭക്ഷണം തിന്നാനൊക്കെ കാട്ടിൻ്റെ ഉള്ളിലുള്ള കാരണം കൊണ്ട് അധികം പുറത്തേക്കില്ല. എന്നാലും കുറേയൊക്കെ കണ്ടു കേട്ടാ. കാണണ്ടോ പൂജ അവിടെ നിന്ന് നിർത്താ. മയില് മയില് കിട്ടില്ല. എടി അത് ഓണാക്ക പൂച്ച. നല്ല പൊട്ടന്മാരാ. പൊന്നാര സാധനം എടുത്താ വലുതാക്ക. പാവട്ട കഥീജിനെ ശരിക്കും ബ്രെഡ് എടുക്കേ. ചോറ് കൊടുത്താൽ മതി, ചോറ് കൊടുത്താൽ മതി. അത് നല്ലൊരു ഫോട്ടോ എടുക്കും.
അതാ പുല്ലിന്റെ മേലായിട്ട് ഇവിടെ ആകെ ഒച്ചപ്പാണ്ടാക്കും. നമ്മളാണ്ട് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുത്താൽ അതിന് പോവാ അപ്പോൾ ഇങ്ങനെ നടന്നു പോകും. ഒച്ചരണ്ട പോവും ഒച്ചട്ടാ പോവും. ഐഷു ടാറ്റ പറഞ്ഞോ. എന്താ ഊരി തിന്നണല്ല താടിയൊക്കെ നരച്ചിക്കണോ? അല്ല ഇത് ഇങ്ങനത്തെയാണ്. താടി നരച്ചിക്കണ ഇത് ഇങ്ങനെ തന്നെയാണ്. ആ വീടും അതാ ഇഷ്ടമായില്ലേ. വയസ്സായതാണ്. എന്താ തിന്നുണ്ട് ഈ ഇലകളും ചെടികളും കുറുന്തോട്ടി അതും ഇതൊക്കെ നല്ല സാധനങ്ങളെ കുറുന്തോട്ടല്ല. മുന്നിൽ അവിടെ പാലാണ്. ആ പെരമ കണ്ട ചെച്ചിരാവുന്നുണ്ട്. ആ ഡാവ് കൊണ്ട് വരണ്ടേ. അതുപോലെ വീടാ എന്താ താടിയില്ലേ അപ്പന്റെ ഒന്നും കാട്ടില്ലമ്മ. നല്ലൊരു വെല്ലിപ്പോലെ. ഒരു മിനിറ്റ്. ആശാനെ നോക്കി സലാം പറഞ്ഞു. ഡാ ആ ഉമ്മോ മുഖം മാത്രം ഞാൻ തന്നെയാണ് ഞങ്ങള് വൈക്കടന്ന് എടുത്തത് വീഡിയോ. മുറിഞ്ഞതാ ചെറിയ കുട്ടി. കുഞ്ഞുകുട്ടിയൊക്കെ വിഷയം അവിടെ ഒറ്റ പോയിക്കാണ് ഇങ്ങനെ പോരും. പനമ്പട്ട വന്നിട്ട് വേറെ വരിക. അങ്ങോട്ട് എത്തുമ്പോ തുമ്പിരിക്കച്ചേട്ടൻ കേട്ടോ കുട്ടിയുണ്ടോ? ഒരു ബ്രെഡിന്റെ കഷ്ണം കൊടുത്തോക്കെ. അതാ എല്ലാരും വരുന്നുണ്ട്. പോവാ. അതാ ആന അതിലെ കേറി. കേറി പോയി. അതാ അതാ വരുന്ന അടുത്ത ആള്. ഒരു ഫോട്ടോ എടുക്കാവോ? നല്ലൊരു ഫോട്ടോ എടുക്ക ക്ലിയർ ആയിട്ട്. കുട്ടികൾ തന്നെയാണ്. വണ്ടി അതിന്റെ കുട്ടി നോക്ക്. ഭക്ഷണത്തിന് വണ്ടി ല്ലോ. എവിടെ അല്ലടാ. ആ പൈക്കുട്ടികളായിട്ടുണ്ട്. ഞങ്ങള് മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി. എല്ലാം ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഇരുട്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. പിന്നെ ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ രാവിലെ ഞങ്ങൾ നൂൽപുട്ടും പൂരിയൊക്കെ ചുട്ട് അതൊക്കെ തിന്ന് പുട്ടൊക്കെ ചുട്ട് അതൊക്കെ തിന്നലെ കഴിഞ്ഞ് ഉച്ചക്കുള്ള ചോറൊക്കെ ആക്കി വെച്ചു. അപ്പോൾ ഇതാ മീൻ കൊണ്ടുവന്നീന്ന്. അപ്പോൾ അത് പൊരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പൊരിക്കട്ടാ. അപ്പോൾ ഉപ്പേരി തോരന് എല്ലാം ഉണ്ടാക്കി. കറി സാമ്പാറൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി. എല്ലാം നാടൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കാണാണ് വെച്ചതാണ്. അപ്പം ഇന്നലെ എല്ലാവരും കൂടെ ആയപ്പോൾ ഇങ്ങനെ പോയി വന്നപ്പോൾ നല്ലൊരു രസമല്ലേ. ഇങ്ങനെ കുടുംബങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ കൂടി എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു തൃപ്തിയാണ് ഇങ്ങനെയൊക്കെ പോയി വരുമ്പോൾ. രാവിലത്തെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, സമയം ഉണ്ടായിരുന്നില്ല. രാത്രി അതേമാതിരി വന്നപ്പോൾ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂടെ എല്ലാവരും കൂടെ കഴിച്ച് അങ്ങനെ കിടന്നും ചെയ്ത് കുറേ സമയമായി വീട്ടിൽ എത്തിയപ്പോൾ. നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഇതാ എല്ലാം റെഡിയാക്കി ഒക്കെ രാവിലത്തതൊക്കെ വേഗം പെട്ടെന്നാക്കി. അപ്പോൾ ഒരു ചോറ് നിന്നിട്ട് പോവാറുന്നപ്പോൾ പിന്നെ അങ്ങനെ നിന്ന്.
അപ്പോൾ വേഗം മീനും കൂട്ടാനും ഒക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാവരും കൂടെ കൂടിക്കാണ്ട് ചോറൊക്കെ തിന്ന് തോരനും അവിയലും സാമ്പാറും ഉപ്പേരിയും സദ്യമായിരിക്കാണ്ട് ഉണ്ടാക്കി മീനും പൊരിച്ചു. എല്ലാരും പോയാ കാക്കാരൊക്കെ പോയാ എല്ലാരും പോയാ കാക്കാരൊക്കെ പോയാ ടാറ്റ കൊടുത്തില്ലേ? അങ്ങനെ ഇതാ എല്ലാവരും ഇറങ്ങി യാത്രയൊക്കെ പറഞ്ഞ് കുറേ ചെടി കൊടികളൊക്കെ കൂടെ വെട്ടിയെടുത്ത് റോസും കുറേ ചെടികൾ വെട്ടിയെടുത്തു കേട്ടോ. മഴ ആയതുകൊണ്ട് പിന്നെ വല്ലാതെ ചെടികളൊന്നുമില്ല. ഒക്കെ കൂടെ മുള്ളും ഒക്കെ കൂടെ ആയിട്ട് ഒക്കെ കൂടെ സഞ്ചിയിലൊക്കെ കുത്തി അമർത്തി വെക്കുകയാണ് ഇപ്പോൾ. വല്യോനാണ് ഓന് ബൈക്കുമെന്ന് ആക്സിഡൻ്റ് ആയിട്ട് കാല് ഇതാക്കിയതാട്ട. എന്നിട്ടും പാവം കാലും വെച്ച് വന്നേക്കണു ഈ തണുപ്പത്ത്. എല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെ ഇടത്തൊക്കെ നമ്മളെ ഫാമിലിയൊക്കെ കൂടുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ. പിന്നെ എല്ലാവരും നിന്നിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തുട്ടാ. അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതാ പോവാണ് ഇനിയിപ്പോൾ എല്ലാവരും. ഭയങ്കര സങ്കടമാണ് നമ്മൾ ആരെങ്കിലും വന്നൊക്കെ പോകുമ്പോൾ. മൂപ്പരും വന്ന് അങ്ങനെ കടയിലേക്ക് പോകും. ആ അവിടെ നിർത്തിക്കാണ്ടി വണ്ടി. രണ്ടു ദിവസം നിന്ന് എല്ലാവരും കൂടെ ഹാപ്പി ആയി, നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കൂടി എല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പോവുക പറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടത്തിലായിങ്ങുണ്ട്. എല്ലാവരും മൂഡ് ഔട്ടായി പോവുകയാണ് പറഞ്ഞപ്പോൾ. ആ എടുത്തു. ഇനി അസറ് സ്കേച്ചിട്ട് പോയിക്കോളി. ഇന്നത്തെ വിളിച്ചോണ്ടി ഞാൻ വിളിച്ചോണ്ട്. ഏത് ആ വെള്ളച്ചെടി ഞാൻ ചോദിച്ചിരുന്നു എന്നോട്. പറയ് അസ്സലാമു അലൈക്കും പറയ്. ഇനി എന്നാ വരിക? തീർച്ചയായിട്ടും വരുന്ന കേട്ടാ. മൊത്തത്തില് ഓന്റെ മേത്തായല്ലോ. കൊടുത്തു. ഇനി നിസ്കരിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോകാം. ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ട് 1.5 കൊല്ലോ 2 കൊല്ലം ഇൻഷാ അല്ലാ. അതെന്തായാലും ഇവിടെ വരും വരണം. എന്നെ കൊറേ ബുദ്ധിമുട്ടിച്ചാലും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വലൈക്കും അസ്സലാം. ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ കേറി. നിങ്ങള് ഈ ഒരാള് വരാൻ കാത്തിരിക്കണ്ട. ശരി കേറിക്കൊണ്ട് ഇനി ഇടക്ക് ടാറ്റ. ആ ശരി പോയിട്ടേ.